നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിനെ മലയാളികൾ അങ്ങനെ മറക്കില്ല. കാരണം നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്ന കാര്യത്തിൽ കുടുംബവും നാട്ടുകാരും ഉറച്ചു നിൽക്കുമ്പോൾ നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഉത്തരവ് ഏറെ വേദന നൽകുന്നുവെങ്കിൽ പോലും അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അറിയിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടി ചില കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ്. കുറച്ചു കാലം പിന്നിലേക്ക് പോയാൽ അന്ന് പി ദിവ്യ ജയിലിലായിരുന്ന സമയം, അന്ന് പി ദിവ്യയെ കാണാനും ജാമ്യം ലഭിച്ച കാര്യം എടുത്തു പറയാനുമായി MV ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ PK ശ്യാമള അന്ന് ജയിലിലെത്തിയതും ഒപ്പം മറ്റ് കണ്ണൂരിലെ പ്രമുഖ CPM നേതാക്കൾ എത്തിയതുമൊക്കെ തന്നെ വാർത്തയായി മാറിയിരുന്നു. അന്നു മുതൽ തന്നെ CPMൻ്റെ ഒത്തുകളി രാഷ്ട്രീയം, ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന ഇരട്ടത്താപ്പ്, അത് ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇത് സ്ഥിരം പല്ലവിയാണ്, സ്ഥിരം പ്രവൃത്തിയാണെന്നുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ് നൽകുന്നത്. ഒരു മനുഷ്യത്വപരമായ സന്ദർശനം നടത്തിയ പി ദിവ്യയും PK ശ്രീമതിയുമാണ് ഇത്തവണ മാധ്യമങ്ങളിൽ നിറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ഏറ്റവും വിവാദമായ ഒരു കേസ്, ഏറ്റവും അധികം കേരളം ചർച്ച ചെയ്ത പെരിയ കേസ്, ഇരട്ടക്കൊലപാതക കേസ്. അതിലെ പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി കിട്ടിയിരുന്നു. അതിന് പിന്നാലെ കോടതി സ്റ്റേ ചെയ്ത ഒരു നടപടി ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ജയിലിലെത്തി പ്രതികളെ നേരിട്ട് സന്ദർശിക്കുകയാണ് പി ദിവ്യയും PK ശ്രീമതിയും. ഇതിനിടയിൽ ഈ വിവരം പുറത്തുപോയതിലുള്ള അതൃപ്തി അടക്കം മാധ്യമങ്ങളുടെ മുകളിലേക്ക് കാട്ടുകയാണ് ചില അധികൃതർ. CPM നേതാക്കളായിട്ടുള്ള പി ദിവ്യയും അതുപോലെ തന്നെ PK ശ്രീമതിയും ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കാണാനായി എത്തിയിരുന്നു. ഇവരുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി പ്രതികളെ നേരിട്ട് കണ്ട് സന്ദർശിച്ചത്. 4 പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. സന്ദർശന രംഗം അവിടെ ചിത്രീകരിക്കാനെത്തിയ ചില മാധ്യമ സുഹൃത്തുക്കളെ ഇറക്കി വിടാനും തടയാനുമുള്ളൊരു ശ്രമം ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണം ചില മാധ്യമ സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായിരുന്നാലും ഈ സംഭവം പുറത്തു വന്നിരിക്കുന്നു. അതിനുശേഷം ഒരു പ്രതികരണവും PK ശ്രീമതി അടക്കം നൽകിയിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ച ശിക്ഷാവിധിയാണ് ഹൈക്കോടതി മരവിപ്പിച്ചത് എന്ന കാര്യം പ്രതികളെ സന്ദർശിച്ച ശേഷം PK ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷ പോലൊരു വിധി തന്നെയാണ് വന്നത്. ഈ 4 പേരുടെ കാര്യത്തിൽ മേൽക്കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്ന് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണെന്നാണ് ശ്രീമതി പറയുന്നത്. അതായത് ഓരോ കേസിലും ഓരോ വിഷയത്തിലും MV ഗോവിന്ദനാണോ കോടതി എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. കാരണം ഒന്നിലധികം വിഷയങ്ങൾ ഇതിനു മുൻപ് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ സംഭവമായതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ വിഷയവും ഇത്തരത്തിൽ പറയുന്നത്. അതിൽ കുടുംബത്തെക്കാൾ ഉപരി തീരുമാനങ്ങൾ എടുക്കേണ്ടതും CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും MV ഗോവിന്ദനാണ്. അതിലുള്ള വിമർശനവും പല സാഹചര്യത്തിലും ഉയർന്നു കേട്ടതാണ്. പി ദിവ്യയെ അങ്ങേയറ്റം സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകളും സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുള്ളതും MV ഗോവിന്ദനാണ്. സമാനം തന്നെയാണ് പെരിയ കേസിലെയും. പ്രതികളെ കാണാൻ എത്തിയത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണെന്നാണ് PK ശ്രീമതി പറയുന്നത്. CBI കോടതി ശിക്ഷ വിധിച്ചതിന് പിറ്റേന്ന് തന്നെ പ്രതികളെ എറണാകുളം ജില്ലാ ജയിലിൽ നിന്നും കണ്ണൂർ ജയിലിലേക്കാണ് മാറ്റിയത്. ഇതൊക്കെ വലിയ വിമർശനത്തിന് കാരണമായി മാറിയിരുന്നു. കാരണം കണ്ണൂരിലെ ജയിലിലേക്ക് മാറ്റുമ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുതന്നെയാണ് ഏവരും ചർച്ച ചെയ്തത്. സുഖ സൗകര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തി VIP ട്രീറ്റ്മെൻറ്റ് നൽകാനാണ് ഈ ജയിൽ മാറ്റം നടത്തിയത് എന്നുള്ള ആരോപണമടക്കം ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന നീക്കം തന്നെയാണ് മാധ്യമങ്ങളോട് പോലും ജയിൽ അധികൃതർ നടത്തിയ ഇടപെടലും ഈ അസഹിഷ്ണുതയും. ഇപ്പോൾ ശിക്ഷ മരവിപ്പിക്കപ്പെട്ട 4 പ്രതികളെയും 5 വർഷം തടവിനായിരുന്നു CBI കോടതി ശിക്ഷിച്ചത്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, വെളുത്തുള്ളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവർക്കെതിരെ ചുമത്തിയത്. ഇവരുടെ അപ്പീൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ശിക്ഷ മരവിപ്പിച്ചത്. CBIക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇതിന് മറുപടി കിട്ടിയ ശേഷം ഹർജിയിൽ തുടർവാദം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്നാൽ ശിക്ഷാവിധി കോടതി സ്റ്റേ ചെയ്തതോടെ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4ഓളം CPM നേതാക്കൾ ഇന്ന് തന്നെ ജയിലിന് പുറത്തിറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇവർക്കൊപ്പം തന്നെ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള 10 പേരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതിയുടെ മുൻപാകെ എത്തിയിട്ടില്ല. കൊലപാതകം ചുമത്തപ്പെട്ട 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10 മുതൽ 15 പ്രതികൾക്കുമാണ് കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചത്. 1-ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 1 മുതൽ 8 വരെ പ്രതികളായിട്ടുള്ള A പീതാംബരൻ, സജി C ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ എന്ന അബു, ഗിജിൻ R, ശ്രീരാഗ് എന്ന കുട്ടു, A അശ്വിൻ എന്ന അപ്പു, സുബീഷ് എന്ന മണി, 10-ാം പ്രതിയായിട്ടുള്ള T രഞ്ജിത്ത് എന്ന അപ്പു,
15-ാം പ്രതിയായിട്ടുള്ള എ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഇവർക്ക് രണ്ട് കുറ്റകൃത്യങ്ങളിലായി 2 ലക്ഷം രൂപ പിഴയും ഇതോടൊപ്പം തന്നെ വിധിച്ചിട്ടുണ്ട്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം തന്നെ ഉറ്റുനോക്കിയ ഇരട്ടക്കൊലക്കേസിലെ വിധി പുറത്തു വന്നതും അതിന് പിന്നാലെ നാടകീയമായ ഈ നീക്കങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.